ഹായ് ഹലോ. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലെ മലയാളം ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം എക്സാമിന് വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക. നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിനെ മേലോട്ട് പടുത്തുയർത്തി ആകാശം മുട്ടി നിൽക്കുന്ന കോട്ടയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. കുന്ന് കോട്ട പോലെ ഉയർന്നു നിൽക്കുന്നു എന്ന സാദൃശ്യ കൽപ്പന കാവ്യഭംഗിയുള്ളതാണ്. ഇപ്പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും. ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ മരങ്ങളുടെ പച്ച നിറത്തിനിടയിൽ ചുവന്ന മണ്ണ് കാണപ്പെടുന്നു. പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചയെ ശില്പിയുടെ കരവിരുതിനോട് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇളങ്കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിതങ്ങേ പുറമൊഴി പോലെ. ഇളം കറുപ്പു നിറമുള്ള ആകാശം മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത്. സന്ധ്യാസമയത്തെ കറുപ്പു കലർന്ന ആകാശത്തെ കടലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രകൃതി ദൃശ്യങ്ങളെ സാദൃശ്യ കൽപ്പനയിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണിവിടെ. ഈ കൽപ്പനകൾ കവിതയെ ആസ്വാദ്യമാക്കുന്നു. അടുത്തത് പിക്ലു. അവൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? അല്ലേ, നമ്മൾ പഠിച്ച കഥാപാത്രമാണ് പിക്ലു. അവൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് അവർ ഒരു വേർഡ് വെബ് തന്നിട്ടുണ്ട് അല്ലേ. പിഗ്ലു എന്ന് പറഞ്ഞിട്ട് ഒരു പദശൂന്യം തന്നിട്ടുണ്ട്. പിഗ്ലുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ അടങ്ങിയിട്ടുള്ള അത് വെച്ചിട്ട് നമ്മളോട് അത് വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലെ കിളി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് പിഗ്ലു. പക്ഷികളോടും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളോടും അതിയായ സ്നേഹവും അനുകമ്പയും നിറഞ്ഞതായിരുന്നു അവൻ്റെ പെരുമാറ്റം. പിഗ്ലുവിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് പക്ഷികളെ നിരീക്ഷിച്ച് അവയെ ആഹ്ലാദത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്നതിലൂടെയാണ്. അവൻ എന്നും രാവിലെ നേരത്തെ ഉണർന്ന് പൂന്തോട്ടത്തിലെത്തി കിളികളെ നിരീക്ഷിക്കുകയും അവ കലപില ശബ്ദങ്ങളോടെ അവനെ എതിരേൽക്കുകയും കിളികളുടെ എണ്ണമെടുത്തും പൂക്കളെയും തേനീച്ചകളെയും കണ്ടും അവൻ ആനന്ദിക്കും. ഒരിക്കൽ ഒരു മൈനയുടെ കരച്ചിൽ കേട്ടെത്തിയ പിഗ്ലു കണ്ടത് അവൻ്റെ ചേട്ടനായ ടോട്ടൻ ഒരു മൈനയെ പിടിച്ച് കാലുകൾ കെട്ടി കൂട്ടിലടച്ചിരിക്കുന്നതാണ്. കിളികളെ കൂട്ടിലടച്ച് വളർത്തുന്നതിനോട് പിഗ്ലുവിന് എതിർപ്പായിരുന്നു. മൈനയെ അവൻ മോചിപ്പിക്കുകയും അമ്മയുടെ സഹായത്തോടെ അതിൻ്റെ മുറിവേറ്റ കാലിൽ കുഴമ്പ് പുരട്ടുകയും ചെയ്തു. മൈന അമ്മയെ കണ്ടെത്തുമോ വീട്ടിലെത്തുമോ എന്നെല്ലാം ഓർത്ത് ദുഃഖിതനായിരുന്നു പിഗ്ലു. പിറ്റേന്ന് അതിൻ്റെ അമ്മയോടൊപ്പം കണ്ടപ്പോഴാണ് അവന് സന്തോഷമായത്. പിഗ്ലുവിൻ്റെ പ്രകൃതിയോടും സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യവുമെല്ലാം ഈ കഥയിൽ പ്രകടമാവുന്നുണ്ട്. ഷോളയാർ പുഴയോരത്തെത്തിയ യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച എന്ത്? ഷോളയാർ പുഴയോരത്തെ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയത്. കാട്ടുതീ വന്നതാകുമോ എന്നതായിരുന്നു അവരുടെ സംശയം. എന്നാൽ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരങ്ങളിലെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരുന്നതാണ് അങ്ങനെ തോന്നാൻ കാരണം. അന്നാദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു. ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളുടെ ചിറകടി ശബ്ദത്തെയാണ് ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുവായ മന്ത്രണം. കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം. മഴക്കാടിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തായിരിക്കണം. മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം. ഇപ്രകാരം പദങ്ങൾ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ പ്രയോഗത്തിൽ ഉണ്ടായ സവിശേഷതകൾ ചർച്ച ചെയ്യുക. രണ്ട് പദങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ അർത്ഥം കിട്ടാൻ വേണ്ടി അവയ്ക്കിടയിൽ ചേർക്കുന്ന ശബ്ദങ്ങളാണ് ഇടശബ്ദം. സാധാരണ പ്രത്യയരൂപത്തിലുള്ളയാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇടരൂപങ്ങൾ എന്ന് പറയാം. എന്നാൽ ചില ഘട്ടങ്ങളിൽ പ്രത്യയങ്ങളല്ലാത്ത ശബ്ദങ്ങളും ചേർക്കും. ആയ, കൊണ്ടുള്ള, ആകുന്ന തുടങ്ങിയവ ഇതിന് ചില ഉദാഹരണങ്ങളാണ്. ഇവിടെ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ അർത്ഥത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ഇടശബ്ദം ചേർക്കുമ്പോൾ വരികൾ കൂടുതൽ ഭംഗിയും താളബദ്ധതയും ഉണ്ടാകുന്നതായി കാണാം.
പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു. ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നതെന്താകാം? വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മൃദുലമായി ചിറകുകൾ വിടർത്തി യാത്രികന് ചുറ്റും പറന്നതോടെ കാറ്റിന് പോലും അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. അത്രയധികം പൂമ്പാറ്റകളാണ് യാത്രികൻ്റെ ചുറ്റുമുണ്ടായിരുന്നത് എന്ന സൂചനയാണ് ഈ വരികളിലുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാ പാഠഭാഗത്തിൻ്റെയും കണ്ടന്റ് മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.